ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ അഹ്കാമു തജ്വീദിലെ അദ്ദറസു സാലിസ് 3ാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 3ാമത്തെ പാഠം സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചിട്ടാണ് ഈ പാഠത്ത് പറയുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഖുർആനിലെ 1ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്താണത്. ഈ സൂറത്തിന് ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ മാതാവ്, ഫാത്തിഹത്തുൽ കിതാബ്, സബുൽ മസാനി എന്നും പേരുകളുണ്ട്. ഫാത്തിഹയുടെ മറ്റു പേരുകൾ മനസ്സിലാക്കുക. ഉമ്മുൽ ഖുർആൻ അതായത് ഖുർആനിന്റെ മാതാവ്. അപ്പോൾ ചോദ്യം വരാം, ഖുർആനിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹത്തുൽ കിതാബ്, സബുൽ മസാനി എന്നീ പേരുകളുണ്ട്. അപ്പോൾ ഫാത്തിഹയുടെ മറ്റു പേരുകൾ എഴുതാൻ പറയും. അപ്പോൾ അതൊക്കെ പഠിക്കുക. ഉമ്മുൽ ഖുർആൻ, ഫാത്തിഹത്തുൽ കിതാബ്, സബുൽ മസാനി. ഖുർആനിലെ 1ാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. മനസ്സിലാക്കുക. ഒരു മുസ്ലിം ദിവസവും 17 തവണ പാരായണം ചെയ്യൽ നിർബന്ധമുള്ള സൂറത്താണിത്. ഒരു മുസ്ലിം ദിവസവും 17 തവണ പാരായണം ചെയ്യൽ നിർബന്ധമുള്ള സൂറത്താണിത്. ഫാത്തിഹ ഓതൽ നിസ്കാരത്തിന്റെ ഫർളാണ്. ഫാത്തിഹ പാരായണം ശരിയായില്ലെങ്കിൽ നിസ്കാരം സ്വഹീഹാവുകയില്ല. അപ്പോൾ നമ്മൾ 5 നേരം നിസ്കാരമുണ്ട് അല്ലേ? 5 നേരം നിസ്കാരം 17 റക്അത്തുകളാണ് വരിക. ളുഹർ 4, അസർ 4, മഗ്രിബ് 3, ഇശാ 4, സുബ്ഹി 2. ടോട്ടൽ 17 റക്അത്ത് വരും. അപ്പോൾ ആ 17 റക്അത്തിലും നമ്മൾ നിർബന്ധമായിട്ടും ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ ഫാത്തിഹ ഓതൽ നിസ്കാരത്തിന്റെ ഫർളാണ്. ഡാഷ് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. ഫാത്തിഹ ഓതൽ നിസ്കാരത്തിന്റെ ഫർളാണ്. മനസ്സിലാക്കുക. ഒരു മുസ്ലിം ദിവസവും 17 തവണ പാരായണം ചെയ്യൽ നിർബന്ധമുള്ള സൂറത്ത് ഏതാണ്? ചോദ്യം വരാം. സൂറത്തുൽ ഫാത്തിഹ. മനസ്സിലാക്കുക. അതിനാൽ സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ അക്ഷരവും വളരെ ശ്രദ്ധയോടെ ഉച്ചരിക്കണം. അക്ഷരങ്ങളുടെ മഖ്റജ് ശരിയായില്ലെങ്കിൽ ഫാത്തിഹ ശരിയാവുകയില്ല. അക്ഷരങ്ങളുടെ മഖ്റജ് ശരിയായില്ലെങ്കിൽ ഫാത്തിഹ ശരിയാവുകയില്ല. പ്രത്യേകിച്ച് ഹ, ഐന്, സ്വാദ്, ത്വാ, ഖാഫ്, ദാല്, ഐന്, ലോദ് എന്നീ അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കണം. അപ്പോൾ ഈ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധയോടെ പ്രത്യേകം ഉച്ചരിക്കണം. ഫാത്തിഹയിൽ ശ്രദ്ധയോടെ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ മനസ്സിലാക്കുക. ഹ, ഐന്, സ്വാദ്, ത്വാ, ഖാഫ്, ദാല്, ഐന്, ലോദ് എന്നീ അക്ഷരങ്ങൾ മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ഹക്ക് പ്രകാരം പാരായണം ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. നെക്സ്റ്റ് പിന്നെ ഇവിടെ നമുക്ക് നെക്റ വായിക്കാൻ ഫാത്തിഹയിൽ നിന്നുള്ള വേർഡ്സുകൾ ഓരോരോ കളങ്ങളിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ബിസ്മില്ലാഹി, ബിസ്മില്ലാഹി, അർറഹ്മാനി, അർറഹ്മാനി, അറ ആയി പോകരുത്. റാ ഒന്ന് ചെരിച്ച് പറയണം. അർറഹ്മാനി, അർറഹീം, അർറഹീം, അൽഹംദുലില്ലാഹി, അൽഹംദുലില്ലാഹി, റബ്ബിൽ ആലമീൻ, റബ്ബിൽ ഐന് ആലമീൻ, റബ്ബിൽ ആലമീൻ, യൗമിദ്ദീൻ, യൗമിദ്ദീൻ, നഅ്ബുദു, നഅ്ബുദു, നസ്തഈനു, നസ്തഈൻ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഖീം, ഖാഫ്, സിറാത്തല്ലദീന, സിറാത്തല്ലദീന, സ്വാദ്, താ,
ദാല് സിറാത്തല്ലദീന മനസ്സിലാക്കുക. അൻഅംത 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 അലൈഹിം അലൈഹിം ഐന് ആ ആയി പോകരുത്, ഐനാണ്. അലൈഹിം ഗൈരിൽ മഗ്ളൂബി ഗൈരിൽ മഗ്ളൂബി വലദ്ദാല്ലീൻ മനസ്സിലാക്കുക. ഇനി എന്താണ് ദഫ്തർ തോബി നോക്കി നമുക്ക് വർക്ക് ചെയ്യണം. പിന്നെ ഖിറാഅത്തു ഹിഫ്ളും നിങ്ങൾക്ക് നോക്കി ഓതേണ്ട സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഖമർ, അർ-റഹ്മാൻ. സൂറത്തുൽ ഖമറും റഹ്മാനും ആ സൂറത്തുകളിൽ ഐനും ഹാവും നന്നായി ശ്രദ്ധിച്ച് ഓതാനാണ്. പിന്നെ മനപ്പാടമാക്കേണ്ടത് സൂറത്തുൽ അസ്ർ, സൂറത്തുൽ അസ്റും വല്ലദ്കാർ. ദിക്റുകളും നമ്മൾ പഠിച്ച ദിക്റുകളൊക്കെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം, മനസ്സിലാക്കാം. പിന്നെന്താണ് ഇവിടെ സൂറത്തുൽ അസ്ർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നന്നായിട്ട് മനസ്സിലാക്കി മനപ്പാഠം പഠിക്കുക. അപ്പോൾ ഇത്രയാണ് പാഠഭാഗത്തിൽ വന്നത്. ഇനി നമുക്കിതിൻ്റെ തദ്രിബാത്ത് നോക്കാം. ദഫ്തർ തോലിബിൽ അതിൻ്റെ തദ്രിബാത്ത് നമുക്ക് നോക്കാം. നഖ്തഷിഫുൽ ഇജാബാത്ത് ഉത്തരം എഴുതാനാണ്. എന്താണ്? പരിശുദ്ധ ഖുർആനിലെ ആദ്യ സൂറത്ത് ഏത്? ആദ്യ സൂറത്ത് നമുക്ക് എഴുതാം. എന്താ? സൂറത്തുൽ ഫാത്തിഹ അല്ലേ. അടുത്തതാ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്ത് ഏത്? നമുക്ക് എഴുതി കൊടുക്കാം. സൂറത്തുൽ ഫാത്തിഹ തന്നെ അല്ലേ. അടുത്തതാ ഒരു മുസ്ലിം ഒരു ദിവസം എത്ര തവണ നിർബന്ധമായി സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം? എത്ര തവണയാണ്? 17 തവണ. പാഠത്തിൽ അടയാളപ്പെടുത്തി വെക്കുക, എന്നിട്ട് തെറ്റുകൂടാതെ എഴുതുക. 17 തവണ പാരായണം ചെയ്യണം ഒരു മുസ്ലിം ഒരു ദിവസം. അടുത്തത് സൂറത്തുൽ ഫാത്തിഹക്ക് പറയുന്ന മറ്റു പേരുകളിൽ 3 പറയാൻ. സൂറത്തുൽ ഫാത്തിഹക്ക് പറയുന്ന മറ്റു പേരുകൾ: ഉമ്മുൽ ഖുർആൻ, ഫാത്തിഹത്തുൽ കിതാബ്, സബുൽ മസാനി. 3 പേരുകൾ. പിന്നെന്താണ്? നിങ്ങൾക്കിവിടെ തഹസീസ് ഒരു വർക്ക് തന്നിട്ടുണ്ട്. എന്താണ്? നഖ്റ സൂറത്തുൽ ഖമർ, ഖമറും സൂറത്തുർ റഹ്മാനും. ആ സൂറത്തുകളിൽ എത്ര ഹാവും എത്ര ഐനും? ഐനും ഹാവും അതത് ഹാ. അപ്പോൾ എത്ര ഹാകൾ നമ്മൾ കണ്ടെത്തി എന്നത് എണ്ണിയിട്ട് എത്ര ഹാ കണ്ടെന്ന് ഇവിടെ എഴുതാം. അതുപോലെ എത്ര ഐന് കണ്ടെത്തി എന്നുള്ളതും എഴുതാം. പുള്ളിയുള്ള ഐനല്ല കേട്ടോ, ഐനാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും എഴുതുക. അപ്പോൾ ഞാനത് വീഡിയോയിൽ അത് എണ്ണി കാണിക്കുന്നില്ല, നിങ്ങളത് എണ്ണുക. എന്നിട്ട് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക എത്ര ഹാവും എത്ര ഐനും കണ്ടെത്തി എന്നുള്ളത്. ഓക്കെ, ഞാൻ ഇപ്പം നോക്കിയിട്ടില്ല, ഞാൻ പിന്നീട് നോക്കിയിട്ട് ഞാൻ കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കണ്ട് എത്ര ഹാവും എത്ര ഐനും കിട്ടിയെന്ന്. പക്ഷേ നിങ്ങൾ അത് നോക്കി എഴുതാനല്ല, നിങ്ങൾക്ക് വർക്കാണ്. നിങ്ങൾ അത് കണ്ടെത്തുക, ഖുർആൻ എടുത്ത് അത് കണ്ടെത്തിയിട്ട് എഴുതുക. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. നമുക്ക് ഫാത്തിഹത്തുൽ കിതാബിനെ കുറിച്ചിട്ട് ഇത്രയാണ് ഈ പാഠത്തിൽ പറയുന്നത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു തആല നന്നായി മനസ്സിലാക്കി പഠിക്കാനുള്ള ബുദ്ധിയും വിവേകമൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ആമീൻ ആമീൻ റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ തജ്വീദാണ്, നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇനി ആർക്കെങ്കിലും തജ്വീദിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ട്യൂഷനായിട്ട് വേണമെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. എൻ്റെ മൊബൈൽ നമ്പർ അറിയാമല്ലോ, 82 89 89 29 85. ഈ മൊബൈൽ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം. അപ്പോൾ അവർക്ക് വേണ്ട വിവരങ്ങൾ നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഉപകാരപ്പെടുത്തണം ഈ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ മറ്റു ബുക്കുകളും മസായിലുൽ ഫിഖ്ഹും ഉലൂമുദ്ദീനും അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന എല്ലാ വീഡിയോസും അതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ തിരഞ്ഞ് ബുദ്ധിമുട്ടണ്ട. അപ്പോൾ ഇനി പ്ലേലിസ്റ്റ് എടുക്കാൻ അറിയാത്തവർ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, അവർക്ക് ഞാൻ പ്ലേലിസ്റ്റ് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത്
നിങ്ങളുടെ ഏതെങ്കിലും ഒരു വാട്സപ്പിൽ സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് മാത്രം തുറന്നാൽ മതി. യൂട്യൂബിൽ പോയി തിരഞ്ഞെടുക്കേണ്ട ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എന്തായാലും ഈ വിവരങ്ങൾ കൈമാറുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.